സോ അഗെയിൻ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഒരു പുതിയ ചാപ്റ്ററാണ് ഇൻ കമ്മ്യൂണിറ്റി. മെഡിസിൻ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ അവരുടെ ബുക്കിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ടിക്ക് എഴുതിയിട്ടുണ്ട് പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ എന്ന്. ആൻഡ് ഒരു വലിയ തൊട്ടിയ ബുക്ക് പാർക്കിൻ്റെ കണ്ടിട്ടില്ലേ? ആൻഡ് അത് തന്നെയാണ്, മീൻസ് കമ്മ്യൂണിറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ പാർക്ക്. ആൻഡ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ്റെ മറ്റൊരു പേരായിട്ടുള്ള എപ്പിഡെമിയോളജിയാണ്. അതായത് ഇൻട്രൊഡക്ഷൻ ടു എപ്പിഡെമിയോളജി ആൻഡ് എപ്പിഡെമിയോളജി അപ്രോച്ച് ആൻഡ് പ്രോസസ്സസ് ആണ്. ഓക്കെ, ഇത് ഏകദേശം ഒരു 10 hours ചാപ്റ്ററാണ്. ആൻഡ് പക്ഷെ നമ്മൾ അത്രയൊന്നും എടുക്കത്തില്ല, നമ്മൾ പെട്ടെന്ന് പഠിക്കുന്നതായിരിക്കും. ആൻഡ് സിലബസ് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഒന്ന് എപ്പിഡെമിയോളജിയുടെ ഡെഫിനിഷനും അതിൻ്റെ കോൺസെപ്റ്റ്സുമാണ് നോക്കുന്നത്. രണ്ടാമത്തത് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഡിസീസ്, ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ ഫ്രീക്വൻസിയും. മൂന്നാമത്തത് എന്തൊക്കെയാണ് എയിം ആൻഡ് യൂസസ് ഓഫ് എപ്പിഡെമിയോളജി. ദെൻ എപ്പിഡെമിയോളജിയുടെ മോഡൽ എന്താണ് ആൻഡ് കോസേഷൻ ഓഫ് ദ ഡിസീസ്. ദെൻ അടുത്തത് എങ്ങനെയാണ് ഡിസീസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, മീൻസ് ദ കോൺസെപ്റ്റ് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ. ആൻഡ് എങ്ങനെയാണ് time trends or fluctuation of disease occurrence. And epidemiological approach descriptive, analytical and experimental. അടുത്തത് principles of control measures. Then levels of prevention of disease. Then investigation of an epidemic of communicable disease and use of basic epidemiological tools to make കമ്മ്യൂണിറ്റി ഡയഗ്നോസിസ് ഓഫ് എഫക്റ്റീവ് പ്ലാനിങ് ആൻഡ് ഇൻ്റർവെൻഷൻസ്. ഇത്രയും ഹെഡിങ് ആണ് നമുക്ക് ടോട്ടലായിട്ട് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പം ഈ എപ്പിഡെമിയോളജി കുറേ നേരമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ഈ ശരിക്കും പറഞ്ഞാൽ എപ്പിഡെമിയോളജി എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഡിസീസസ് ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ ഉണ്ടാവുന്നതെന്നും അതെങ്ങനെയാണ് ബാക്കിയുള്ള ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പണ്ടൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് മാത്രമാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും ആ ഒരു കാറ്റഗറിയിലോട്ട് വരുന്നുണ്ട്. മീൻസ് ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എപ്പിഡെമിയോളജിയിലെ എപ്പി എന്ന് വെച്ചാൽ അപ്പോൺ, ഡെമോസ് എന്ന് വെച്ചാൽ പീപ്പിൾ, ആൻഡ് ലോഗസ് എന്ന് വെച്ചാൽ സ്റ്റഡി. എപ്പിഡെമിയോളജി സ്റ്റഡി, ലോക സ്റ്റഡി ആൻഡ് ഓളോജി സയൻസ് ആണ്. സോ എന്താണ് ഡെഫിനിഷൻ? ദ സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് related status or events in a specific population and application of the disease to application of the study to control the health problems. CDC ജോൺ അദ്ദേഹം 1988 സെയിം കാര്യം തന്നെ പറഞ്ഞത്. എങ്കിൽ നമുക്കൊന്നുകൂടി നോക്കാം. സോ ദ സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് റിലേറ്റഡ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലംസിനെ കൺട്രോൾ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് എപ്പിഡെമിയോളജി? എന്താണ് എപ്പിഡെമിയോളജിയുടെ കോൺസെപ്റ്റ്? ആൻഡ് ദ സ്ട്രാറ്റജി ഫോർ ദ സ്റ്റഡി ഓഫ് ഫാക്ടേഴ്സ്. എന്താണ് ഈ അസുഖം വരാനുള്ള കാരണങ്ങൾ, എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്നാണ് നോക്കുന്നത്. നമ്മുടെ കോൺസെപ്റ്റ് എപ്പിഡെമിയോളജി എന്താണ് ഈ പറയുന്നത്? എപ്പിഡെമിയോളജി നമ്മളൊരു ഡെഫിനിഷൻ പഠിച്ചു. ആൻഡ് എന്താണ് കോൺസെപ്റ്റ് നോക്കാം. ആൻഡ് ഫീൽഡ് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. ഈ എപ്പിഡെമിയോളജിയുടെ മലയാള വാക്ക് എന്താണെന്നറിയാമോ? സാംക്രമിക, മീൻസ് കുറേ ഗ്രൂപ്പ് ഓഫ് രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഈ പറയുന്ന നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് ഒരു ഡിസീസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ഓറിയൻറ്റഡ് ആണെങ്കിൽ, പക്ഷേ കമ്മ്യൂണിറ്റി ലെവൽ അത് ഇൻഡിവിജ്വൽ അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, മീൻസ് ഇൻഡിവിജ്വലിനുണ്ട്. ആൻഡ് മോറോവർ നമ്മൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ എങ്ങനെയാണ് ഈ ഒരു അസുഖം കൊണ്ട് അഫക്റ്റഡ് ആവുന്നത് എന്നും കൂടി പറയുന്നുണ്ട്. ഈ വാക്ക് പണ്ട് 3ാമത്തെ സെഞ്ച്വറി മുതൽ നമ്മൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയതാണ്. ആൻഡ് ഹ്യൂമൻ ഡിസീസിന് ഐഡൻറ്റിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് എപ്പിഡെമിയോളജി ഓൾസോ നമ്മുടെ എപ്പിഡമിക്, എൻഡമിക്, പാൻഡമിക് ഒക്കെ പഠിക്കുന്നുണ്ട്. ലൈക്ക് എൻഡമിക് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രം വന്നിട്ടുള്ള ഡിസീസ് ആണെങ്കിൽ പാൻഡമിക് അത് സ്പ്രെഡായി ഓൾ ഓവർ ദ പോപ്പുലേഷൻ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. ദെൻ പുതിയ ഒരു എറയിൽ പണ്ട് നമ്മൾ ഇൻഫെക്ഷ്യസ് ഡിസീസാണ് പറയുന്നതെങ്കിൽ ഇപ്പം നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസും പറയുന്നുണ്ട്. ആൻഡ് മലേറിയൽ എപ്പിഡെമിയോളജി, ന്യൂറോ എപ്പിഡെമിയോളജി, ദെൻ ജെനറ്റിക് എപ്പിഡെമിയോളജി, ഒക്യുപ്പേഷണൽ എപ്പിഡെമിയോളജി ആൻഡ് ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ എപ്പിഡെമിയോളജി ഒക്കെ ഉണ്ട്. ആൻഡ് മെയിൻലി കണ്ടംപററി എപ്പിഡെമിയോളജിയിൽ വരുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സാനിറ്ററി എല്ലാം എപ്പിഡെമിയോളജി വെച്ചിട്ട് പറയാം. സാനിറ്ററി, സ്റ്റാറ്റിസ്റ്റിക് എപ്പിഡെമിയോളജി, ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസ് എപ്പിഡെമിയോളജി ആൻഡ് ക്രോണിക് ഡിസീസ് എപ്പിഡെമിയോളജി ആൻഡ് എക്കോ എപ്പിഡെമിയോളജി. ഓക്കെ. ഇനി സാനിറ്ററി സ്റ്റാറ്റിക് എപ്പിഡെമിയോളജി ഇറ്റ് ഇൻക്ലൂഡ് മയാസ്മ ആൻഡ് കാഷ്വൽ തോട്ട്സ്. 1700-കളിലെ ഹിപ്പോക്രൈറ്റ്സ് സ്കൂൾ ഡോമിനേറ്റഡ് ദ വേൾഡ് ടിൽ ദ മിഡ്
19th century. മയാസ്മ തിയറി പറയുന്നത് ഡിസീസ് വെർ കോസ്ഡ് ബൈ പോയ്സണസ് ആൻഡ് മൗൾഡ് എലമെൻറ്റ് റിലീസ്ഡ് ഫ്രം ദ ഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റേഴ്സ്. ഡീകമ്പോസ് ചെയ്തപ്പെട്ട ഓർഗാനിക് മാറ്ററിൽ നിന്നാണ് ഈ ഇൻഫെക്ഷൻസ് വന്ന് ബാക്കിയുള്ളവരിലേക്ക് സ്പ്രെഡ് ആവുന്നതെന്നാണ് പറയുന്നത്. ദെൻ അപ്പോൾ ഈ ഒരു തിയറി പ്രകാരം ദ എലിമിനേഷൻ ഓഫ് ദ സോഴ്സ് ഓഫ് മയാസ്മ വുഡ് പ്രിവെൻറ്റ് ദ ഒക്കറൻസ് ഓഫ് ദ ഡിസീസ്. ആ മയാസ്മയെ പ്രിവെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസീസ് ഒക്കറാവുന്നത് പ്രിവെൻറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി കണ്ടീജൻ തിയറി ആൻഡ് ഇൻഫെക്ഷ്യസ് എപ്പിഡമിയോളജി പറയുന്നത് ഗിവ് എ സ്ട്രോങ് പ്ലാറ്റ്ഫോം ഫോർ കാഷ്വൽ റിലേഷൻ ഇൻ ഡിസീസ്. Scientists are putting all their effort in finding a single cause and preventing many diseases for breaking the chain of infection and chain break ചെയ്യാൻ വേണ്ടി അവരുടെ എല്ലാ എഫേർട്ടും അവർ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ എക്കോ എപ്പിഡമിയോളജിയാണ്. നമ്മുടെ എക്കോ സിസ്റ്റത്തിലുണ്ടാകുന്ന കുറേ ചേഞ്ചസ്, ഹെൽത്ത് പ്രോബ്ലംസ്, എങ്ങനെ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഒക്കറൻസ്, അതിൻ്റെ റീസൺ എല്ലാം എൻവയൺമെൻറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് എക്കോ എപ്പിഡമിയോളജിക്ക് അത് പറയുന്നത്. സോ ബേസിക്കലി കോൺസെപ്റ്റ് പറയുന്ന സമയത്ത് എന്താണ് എപ്പിഡമിയോളജി എന്ന് പറയുക. ഇപ്പോഴത്തെ എപ്പിഡമിയോളജിയിൽ എന്തൊക്കെയാണ് കുറേ ടൈപ്പ് ഉണ്ടെന്ന് പറയുന്നത്, ന്യൂറോ എപ്പിഡമിയോളജി ആ ടൈപ്സ് ഒക്കെ പറയുക. ആൻഡ് ഇപ്പം പിന്നെ സാനിറ്ററി എപ്പിഡമിയോളജി, ദെൻ സാനിറ്ററി സ്റ്റാറ്റിക് എപ്പിഡമിയോളജി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ അത്. ആൻഡ് സാനിറ്ററി സ്റ്റാറ്റിക് എപ്പിഡമിയോളജി ആൻഡ് കോണ്ടാജിയൻ തിയറി അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് എപ്പിഡമിയോളജി ആൻഡ് എക്കോ എപ്പിഡമിയോളജി ഡിഫൈൻ ചെയ്യണം. ഇതാണ് ബേസിക്കലി കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വരുന്നത്. ഓക്കെ, ഇനി എപ്പിഡമിയോളജി കുറേ ഡെഫിനിഷൻ. ആദ്യത്തെ ഡെഫിനിഷനാണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് ജോണം ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞ ഡെഫിനിഷനായിട്ട് നമുക്ക് ഇത് എഴുതാം. ബേസിക്കലി അവിടെ 3 D ആണ് മസ്റ്റായിട്ട് എഴുതാനുള്ളത്. ഡിറ്റർമിനൻസ്, ഡിസ്ട്രിബ്യൂഷന് ആൻഡ് ഡിസീസ് ഫ്രീക്വൻസി. ഓക്കെ, ഇത്രയും 3 കാര്യങ്ങളാണ് മസ്റ്റായിട്ട് എഴുതാനുള്ളത്. അപ്പോൾ നമ്മൾ സിലബസിൻ്റെ 2 ടോപ്പിക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ടോപ്പിക്കായിട്ട് പറയുന്നത് എന്താണ് എയിംസ് ആൻഡ് യൂസസ് ഓഫ് എപ്പിഡമിയോളജി. ഇതാണ് എയിംസ് ആണെങ്കിലും യൂസ് ആണെങ്കിലും. എയിംസിനകത്ത് നമുക്ക് എന്തുകൊണ്ട് നമ്മൾ എപ്പിഡമിയോളജിയെക്കുറിച്ച് കൂടുതൽ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് അതിനെക്കുറിച്ചൊക്കെ അറിയേണ്ടതിൻ്റെ ആവശ്യകത. മെയിൻലി അക്കോർഡിംഗ് ടു ദി ഇൻ്റർനാഷണൽ എപ്പിഡമിയോളജി അസോസിയേഷൻ IEA എപ്പിഡമിയോളജിക്ക് 3 മെയിൻ എയിമാണുള്ളത്. ഒന്നാമത്തെ ടു ഡിസ്ക്രൈബ് ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ് ഇൻ ഹ്യൂമൻ പോപ്പുലേഷൻ. ഹ്യൂമൻ പോപ്പുലേഷനിൽ എത്രത്തോളം ഹ്യൂമൻസിനാണ് ഡിസീസ് അഫക്റ്റ് ചെയ്തതെന്ന് നമുക്ക് അറിയണം. ആൻഡ് ഓൾസോ ടു ഐഡൻറ്റിഫൈ റിസ്ക് ഫാക്ടേഴ്സ് ഇൻ ദ പത്തോജൻസസ് ഓഫ് ഡിസീസ്. പത്തോജൻസസ് നമ്മൾ പറയുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ടു പ്രൊവൈഡ് ദ ഡേറ്റ എസെൻഷ്യൽ ടു പ്ലാനിങ്. മെയിനായിട്ട് എയിം എന്ന് ആലോചിക്കുന്ന സമയത്ത് DPD ആലോചിക്കണം. എന്താണ് DPD? ഡിസ്ക്രൈബ് ചെയ്യുക, അതിനെക്കുറിച്ച് എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുക, പ്രഡിക്റ്റ് ചെയ്യുക. വീണ്ടും ഒരു D ഉണ്ട്, D ഫോർ ഡെലിവർ. ഭയങ്കര ഡിസ്ക്രൈബ് ചെയ്യുക, പ്രഡിക്റ്റ് ചെയ്യുക, ഡെലിവർ ചെയ്യുക. ഇതാണ് എയിം. അതിനനുസരിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കുക. അടുത്ത യൂസ് ഓഫ് എപ്പിഡമിയോളജിക്കകത്ത് നമുക്കിങ്ങനെ റെസ്പെക്റ്റ് എന്ന വേർഡ് ആലോചിക്കുക. R ഫോർ റിസ്ക്. റിസ്ക് എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യുന്നെങ്കിൽ റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ നടത്താം. അപ്പോൾ ഇവിടെ എന്താണ് സെർച്ചിങ് ഫോർ ദ കോസ് എന്താണെന്ന് സെർച്ച് ചെയ്യാനും ആൻഡ് ഓൾസോ റിസ്ക് ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനുമാണ്. ഒന്നാമത്തേന്ന് വെച്ചാൽ സെർച്ചിങ് ഫോർ ദ കോസ് ആൻഡ് റിസ്ക് ഫാക്ടർ എന്നാണ് കണ്ടെത്തുക. രണ്ടാമത്തേത് ആണ്. ഫോർ ഇവാലുവേഷൻ ഓഫ് ഇൻഡിവിജ്വൽ റിസ്ക് ആൻഡ് ചാൻസസ്. ആ ഇൻഡിവിജ്വൽസിന് ഈ അസുഖം വരാനുള്ള ചാൻസ് ഉണ്ടോ, റിസ്ക് ഫാക്ടർ ഉണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തണം. ആൻഡ് എത്രയാണ് ഡിഗ്രി ഓഫ് ദെൻ അടുത്ത എന്ന് വെച്ചാൽ ഇവാലുവേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ റിസ്ക് ആൻഡ് ചാൻസസ്. എന്ന് വെച്ചാൽ സിൻഡ്രം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, സിൻഡ്രം ഐഡൻറ്റിഫിക്കേഷൻ. P ഫോർ പ്ലാനിങ് ആൻഡ് ഇവാലുവേഷന്. ദെൻ E ഫോർ ഇവാലുവേഷന്. C ഫോർ കമ്മ്യൂണിറ്റി ഡയഗ്നോസിസ്. ദെൻ 2 C പറയാം. അടുത്ത C എന്ന് വെച്ചാൽ കംപ്ലീറ്റിംഗ് ദ നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് ഡിസീസ്. ആൻഡ് T എന്ന് വെച്ചാൽ ടു സ്റ്റഡി ഹിസ്റ്റോറിക്കൽ the rise and fall of disease in the population. Okay, respect. T C P E S completing the natural history, searching for cause and risk factor. ഇത്രയാണ് യൂസസ് ഓഫ് എപ്പിഡമിയോളജിയിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത സിലബസിലെ ടോപ്പിക്ക് എപ്പിഡമിയോളജിക്കൽ മോഡൽസ് ഓഫ് കോസേഷൻ ഓഫ് ഡിസീസ് ആണ്. എപ്പിഡമിയോളജിക്കൽ മോഡൽ ഓഫ് കോസേഷൻ ഓഫ് ഡിസീസിനകത്ത് വരുന്ന ഒന്നാമത്തെയാണ് മോഡൽസ് ഓഫ് കോസേഷൻ ഓഫ് ഡിസീസ്. നമ്മൾക്ക് ഓരോ അസുഖങ്ങളും വരാൻ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്.
അപ്പം ഇതെങ്ങനെയാണ് പരസ്പരം ബന്ധിച്ചിരിക്കുന്നതെന്നാണ് മോഡൽ ഓഫ് കോസേഷൻ ഓഫ് ഡിസീസിൽ പറയുന്നത്. അതിലൊന്നാമത്തതാണ് എപ്പിഡെമിയോളജിക്കൽ ട്രയാഡ് ആൻഡ് ട്രയാങ്കിൾ. ട്രയാങ്കിൾ എന്ന് പറയുന്നത് 1, 2, 3 പാർട്ടാണുള്ളത്, അല്ലേ? 3 സൈഡുണ്ട് പോയിന്റ്. അതിൽ ഒന്നാമത്തെയാണ് ഹോസ്റ്റ്, രണ്ടാമത്തെയാണ് ഏജൻറ്റ്, മൂന്നാമത്തെയാണ് എൻവയൺമെൻറ്റ്. ഈ ഹോസ്റ്റിനകത്ത് വരുന്നതാണ് ഏജ്, സെക്സ്, ദെൻ കളറ്, റേസ്, ഫാമിലി ഹിസ്റ്ററി, ദെൻ റിലീജിയന്, കസ്റ്റമ്, മെറൈറ്റൽ സ്റ്റാറ്റസ് ഒക്കെ എങ്കിൽ ഏജൻറ്റിനകത്ത് വരുന്നത് ബയോളജിക്കലുണ്ട്, ഫിസിക്കലുണ്ട്, കെമിക്കലുണ്ട്. ബയോളജിക്കലിനകത്ത് വരുന്നതാണ് ബാക്ടീരിയൽ, വൈറസ്. കെമിക്കലിനകത്ത് വരുന്നതാണ് പോയ്സൺസ്, ദെൻ പോയ്സൺസ്, ആൽക്കഹോൾ, സ്മോക്ക് എക്സെട്ര. ഫിസിക്കലിനകത്ത് വരുന്നതാണ് ട്രോമ, റേഡിയേഷൻ, ഫയറൊക്കെ. ന്യൂട്രീഷനൊക്കെ വരുന്നതാണ് ലാക്ക് ആൻഡ് എക്സസ്. ഒന്നെങ്കിൽ കുറവ് ഫുഡായിരിക്കും അവർ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ഫുഡ് കഴിച്ച് ഒബസിറ്റി ഉണ്ടാകും. ആ ഒരു ഫുഡിൻ്റെ ഹാബിറ്റാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫിസിക്കൽ പറയാം, കെമിക്കൽ പറയാം, ന്യൂട്രീഷണൽ പറയാം, ആൻഡ് ബയോളജിക്കൽ, കെമിക്കൽ, ഫിസിക്കൽ, ന്യൂട്രീഷനൊക്കെ പറയാം. ആൻഡ് എൻവയൺമെൻറ്റിനകത്ത് വരുന്നതാണ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ആറ്റിറ്റ്യൂഡ്, ദെൻ ക്രൗഡിങ്, ഹൗസിങ്, നെയ്ബർഹുഡ്, വാട്ടർ, മിൽക്ക്, ഫുഡ്, റേഡിയേഷൻ, ദെൻ പൊല്യൂഷൻ, നോയ്സ് ഒക്കെ. അടുത്തയാണ് വെബ് ഓഫ് കോസേഷൻ മോഡൽ ഓഫ് ഡിസീസ്. ആദ്യം നടുക്കൊരു ഡിസീസ് നമ്മൾ പറയും. ഇതിൻ്റെ സൈഡിലായിട്ട് പല പല വെബ് പോലെ നമ്മൾ വരയ്ക്കണം. അപ്പം ഡിസീസ് വരാനുള്ള കാരണങ്ങൾ അപ്പോൾ ഇത് ഈ വെബ് ഓഫ് കോസേഷൻ മോഡൽ ഓഫ് ഡിസീസിൽ പറയുന്നത് ഒരു ഫാക്ടറുമല്ല. നമ്മളിപ്പോൾ ചിലന്തി വല ഇട്ടുന്ന സമയത്ത് പല 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 ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ വല ഇല്ലേ, അതേപോലെ കിടക്കുന്നത്. വൺ ഇസ് കണക്റ്റഡ് ടു അനദർ വൺ. ഇത് ബേസിക്കലി ക്രോണിക് ആയിട്ടുള്ള ഡിസീസിലാണ് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾസോ അപ്ലൈ ടു കമ്മ്യൂണിക്കബിൾ ഡിസീസ്. കാരണം ഒരുപാട് മൾട്ടി ഫാക്ടോറിയൽ റീസൺസ് ഉണ്ട്. ഒന്നാമത്തെയാണ് സൊസൈറ്റിയിലുള്ള ഓർഗനൈസേഷൻ, സോഷ്യൽ ഓർഗനൈസേഷൻ. രണ്ടാമത്തത് ബിഹേവിയർ. മൂന്നാമത്തത് അതിൻ്റെ ചുറ്റുപാട്, എൻവയൺമെൻറ്റ്. നാലാമത്തത് അതിൻ്റെ വർക്ക് പ്ലേസ്. ദെൻ നമുക്ക് അറിവേണ്ടത് ഒരുപാട് അൺനോൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഇഡിയോപ്പത്തിക് ആൻഡ് ജീൻസ് ഒരു കാരണമാണ്, ആൻഡ് മൈക്രോബ്സ് ആൻഡ് ഫീനോടൈപ്പ്. സോ ബിഹേവിയറും അതിൻ്റെ ജനറ്റിക്കലായിട്ടുള്ള ഫാക്ടേഴ്സും ചില കാരണങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാത്തതായിട്ടുണ്ട്. എൻവയൺമെൻറ്റ്, വർക്ക് പ്ലേസ്, ഫീനോടൈപ്പ്, ഓക്കെ, ജീൻസൊക്കെ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിംഗിൾ ട്രേറ്റ് ഒന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് റെസ്പോൺസിബിളായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഡി എംഫസിസ് ദ റോൾസ് ഓഫ് ദ ഏജൻറ്റ്സ് ആൻഡ് ഹൈലൈറ്റ്. നമ്മൾ റിസ്ക് ഫാക്ടേഴ്സിന് നമുക്ക് ഇൻ്റർകണക്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇലിസ്ട്രേറ്റ് ദ ഇൻ്റർകണക്റ്റഡ് ആയിട്ടുള്ള ഒന്നിനെ നമുക്ക് പുറത്തോട്ട് ഇലിസ്ട്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് എക്കോളജിക്കൽ പെർസ്പെക്റ്റീവാണ് കുറച്ചുകൂടി കൂടുതൽ കോംപ്ലക്സ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ കോച്ചിൻ്റെ പോസ്റ്റുലേറ്റ്സ് ഒക്കെ ഉണ്ട്. 19ാം സെഞ്ച്വറിയിൽ അദ്ദേഹത്തിൻ്റെ കോച്ച് പോസ്റ്റുലേറ്റ്സ് പറഞ്ഞിട്ട് ഇൻഫെക്ഷ്യസ് ഡിസീസിലാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തത്. മൈക്രോ ഓർഗാനിസംസ് ഇൻഡിവിജ്വലി പ്രസൻ്റ് ആയിരിക്കും വിത്ത് എ ഡിസീസ്, അങ്ങനെയൊക്കെ. ഇനി മൈക്രോ ഓർഗാനിസം മസ്റ്റ് ബി ഐസൊലേറ്റഡ് ഫ്രം ദ ഡിസീസ്ഡ് ഇൻഡിവിജ്വൽ ആൻഡ് പുറത്ത് ഇങ്ങനെ കൾച്ചർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ബ്രാഡ്ഫോർഡ് ഹിൽ ക്രൈറ്റീരിയ പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോസ്ഡ് ബൈ സർ ഓസ്റ്റിൻ ബ്രാഡ്ഫോർഡ് ഹില്ല്. ഇതൊരു ബ്രോഡർ ആയിട്ടുള്ള അപ്രോച്ചാണ്. ആൻഡ് വിത്ത് സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ. പിന്നെ ക്രൈറ്റീരിയ ഇൻക്ലൂഡ് സ്ട്രെങ്ത് ഓഫ് കോസേഷന്, അതിൻ്റെ കൺസിസ്റ്റൻസി, ദെൻ സ്പെസിഫിസിറ്റി, ബയോളജിക്കൽ ഗ്രേഡിയൻറ്റ്, ദെൻ കൊഹറൻറ്റ്, ദെൻ എക്സ്പെരിമെൻ്റൽ, അനലോഗി എന്ന് വെച്ചാൽ സിമിലർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന, അങ്ങനെയൊക്കെ. ദെൻ വീൽ മോഡലുണ്ട്. വീൽ മോഡൽ സെറ്റ് ബൈ മൗസ്നർ ആൻഡ് ക്രാമർ ഇൻ 1985. ഇവിടെ ഒരു സോൾ ഹബ്ബുണ്ട്, നടുക്ക് ഹോസ്റ്റ്, ഇതിന് ചുറ്റുമായിട്ട് ഫിസിക്കൽ, ബയോളജിക്കൽ, സോഷ്യൽ എൻവയൺമെൻറ്റുകളുണ്ട്. ആൻഡ് സറൗണ്ടിങ് സോഷ്യൽ, ഫിസിക്കൽ, ബയോളജിക്കൽ എൻവയൺമെൻറ്റ്. ഓക്കെ. ഇനി വീൽ മോഡൽ, കൗസൽ പൈ മോഡലുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് മോഡലാണ് പറയുന്നത്. ഓക്കെ. കോസൽ പൈ മോഡലിനകത്ത് പൈ ഗ്രാഫ് വരയ്ക്കുന്നത് പോലെ നമ്മൾ ഇൻഫെക്ഷ്യസ് ഡിസീസ്, നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് പറയുന്നുണ്ട്. ആൻഡ് ഈ ഒരു മോഡൽ ഈസ് ബേസ്ഡ് ഓൺ മൾട്ടി ഫാക്ടോറിയൽ നേച്ചർ ഓഫ് കോസേഷൻ. ഒരുപാട് മറ്റ് ഫാക്ടേഴ്സ് ഉണ്ടെന്നും കൂടിയാണ് പറയുന്നത്. സോ നമ്മുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തേക്കുന്നത് എപ്പിഡെമോളജിക്കൽ മോഡൽസിനകത്ത് വരുന്നതാണ്
ഒന്ന് ട്രയാഡ്, നമുക്കിങ്ങനെ ആലോചിക്കാം, സർക്കിളായിട്ട് പറയുന്നുണ്ട്, സർക്കിൾ. പിന്നെ അടുത്തത് ഈ ഒരു സർക്കിൾ, ആദ്യം പറഞ്ഞാൽ ട്രയാങ്കിളാണ്, ട്രയാങ്കിള്. രണ്ടാമത്തെ സർക്കിൾ, അതിന് നമുക്ക് വീൽ മോഡലും ഉണ്ട്, പിന്നെ നമ്മുടെ പൈ ചാർട്ടുണ്ട്, അപ്പോൾ കോസൽ പൈ മോഡലും ഉണ്ട്. അപ്പോൾ ആദ്യം ട്രയാങ്കിളിൻ്റെ മോഡലുണ്ട്, ആൻഡ് ദെൻ ഒരു സർക്കിൾ വീൽ മോഡലും ഉണ്ട്, കോസൽ പൈ മോഡലും ഉണ്ട്. പിന്നെ നമ്മൾ ബ്രാഞ്ച് പോലെ വരുന്നതാണ് നമ്മുടെ സ്പൈഡർ പോലെ വരുന്ന എന്താണ്, വിച്ച് ഇസ് വെബ് കോസേഷൻ മോഡൽ. ഇതിന് പുറമെ ആയിട്ട് നമുക്ക് ഐസ് കുറച്ച് എന്താണ് പത്തോജൻസസ് ഒക്കെ പഠിക്കുക, കോൺസെപ്റ്റ് ഓഫ് ഡിസീസ് കോസേഷൻ. നമ്മൾ നേരത്തെ പഠിച്ച കോൺസെപ്റ്റിനകത്ത് കോൺസെപ്റ്റ് ഓഫ് ഡിസീസ് കോസേഷൻ ജസ്റ്റ് നോക്കാം. ഈ ഡിസീസ് വരാനായിട്ട് 3 കാര്യം നമ്മൾ പറയുന്നു. ഒന്ന്, കുറേ തിയറീസ് നമ്മൾ പറയുന്നുണ്ട്, അതാണ് ഈ വെബ് ഓഫ് കോസേഷനൊക്കെ. എങ്ങനെയൊക്കെ ഒരു ഡിസീസ് ഒരു കമ്മ്യൂണിറ്റിയിൽ കോസ്റ്റ് ആകും. ഇപ്പം തന്നെ COVID-19 എങ്ങനെ ഈ നാട്ടിൽ സ്പ്രെഡായി എന്ന് നമുക്കറിയണ്ടേ, അത് നോക്കണം. അതുവേണ്ടി ആദ്യം കുറേ തിയറീസ് പറയുന്നുണ്ട്. രണ്ടാമത്തെ പത്തോജൻസസ് ഓഫ് ഡിസീസ്, മൂന്നാമത്തെ ഐസ്ബർഗ് എഫക്റ്റ്. തിയറീസ് ഫുൾ നമ്മൾ കവർ ചെയ്തു. ആൻഡ് പത്തോജൻസസ് ഓഫ് ഡിസീസിനകത്ത് വരുന്നതാണ് പ്രീ പത്തോജൻസസ്, അതായത് ഇത് ഓൺസെറ്റിന് മുമ്പ് തന്നെ ഈ ഡിസ്കസ്ഡ് അബൌട്ട് ഏജന്റ്, ഹോസ്റ്റ് ആൻഡ് എൻവയൺമെൻറ്റ് റിലേഷൻഷിപ്പ്. ഏജന്റ് എന്ന് പറയുന്നത് ഫിസിക്കലുണ്ട്, കെമിക്കലുണ്ട്, വി ഓൾറെഡി ഡിസ്കസ്ഡ്. ആ ഒരു ട്രയാങ്കിളിനകത്ത് വരുന്നില്ലേ, ട്രയാങ്കുലർ മോഡലിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ പത്തോജൻസസ് ഓഫ് ഡിസീസ് വരുന്ന സമയത്ത് പ്രീ പത്തോജൻസസ് ഉണ്ട്, പത്തോജൻസസ് ഫേസ് ഉണ്ട്. പത്തോജൻസസ് ഫേസിനകത്ത് ക്ലിനിക്കൽ ആൻഡ് സബ് ക്ലിനിക്കൽ കേസ് കാരിയേഴ്സ് ഉണ്ട്. നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് ഡിസീസ് കഴിഞ്ഞാൽ സ്റ്റേജ് ഓഫ് സസെപ്റ്റബിലിറ്റി, സ്റ്റേജ് ഓഫ് പ്രീ പത്തോജനസിസ്, പിന്നെ സ്റ്റേജ് ഓഫ് ക്ലിനിക്കൽ ഡിസീസ്. ആദ്യം സിംറ്റംസ് ഒന്നും കാണിക്കത്തില്ല, നോൺ സിംറ്റംസ് ആണ്, പിന്നെ സിംറ്റംസ് കാണിക്കും. അടുത്താണ് ഐസ്ബർഗ് ഫിനോമിന ഓഫ് ഡിസീസ്. ഇത് പറയുന്നത് വളരെ ചെറിയ ഒരു സ്മോൾ പോർഷൻ മാത്രമാണ് നമുക്ക് എമേർജ്ഡ് ആയിട്ടിരിക്കുന്നത്. ബാക്കിയുള്ള ലാർജ് പോർഷൻസ് എല്ലാം ഇൻസൈഡാണ്. ആൻഡ് ദ ഹിഡൻ മാസ് ഓഫ് അൺറെക്കഗ്നൈസ്ഡ് ഡിസീസ് സച്ച് ആസ് ലാറ്റൻ കേസസ്. ഇപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ നമുക്കറിയില്ല, നമ്മളിപ്പം പറയും നമ്മൾ ഹെൽത്തി ആണെന്ന്, പക്ഷേ ശരിക്കും വി ഡസൻ നോ ദാറ്റ് നമ്മുടെ ഉള്ളിൽ എന്താണ് ട്രിഗേർഡ് ആവുന്നത്, എന്തൊക്കെ ഫങ്ഷനിങ് ആണ് പ്രോപ്പർ അല്ലാത്തത് എന്നൊന്നും. ബിക്കോസ് കുറേയൊക്കെ നമ്മുടെ ബോഡിയിൽ അസിംറ്റമാറ്റിക് ആയിരിക്കും പ്രസൻ്റ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ കുറേ ഐസ്ബർഗ് പറഞ്ഞു, അതിൻ്റെ തിയറീസ് പറഞ്ഞു. സോ ഇന്നത്തെ സെഷൻ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് എപ്പിഡെമിയോളജിയുടെ കോൺസെപ്റ്റും അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഫ്രീക്വൻസി പറഞ്ഞു. ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഡിസീസിനകത്ത് ബേസിക്കലി നമ്മുടെ ഡേറ്റ്, ടൈം, പ്ലേസ്, എവിടെയാണ് അത് ഉണ്ടാവുന്നത് നോക്കുന്നുണ്ട്. ടൈം തന്നെ ആനുവലി ആണോ സീസണലി ആണോ, ചില സീസണിലായിരിക്കില്ല കൂടുതലും ഡെങ്കു മലേറിയ ഒക്കെ വരുന്നത്. ഇപ്പം തന്നെ ഭയങ്കര ഒരു മഴക്കാലം വരുന്ന സമയത്ത് റെയിനി സീസണിൽ. പിന്നെ പ്ലേസ് ആണെങ്കിൽ ഏത് ജോഗ്രഫിക്കൽ പ്ലേസ് ആണെന്ന്, പിന്നെ നമ്മുടെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഏജ്, സെക്സ്, ദെൻ റിസ്ക് ഓഫ് ഇൽനെസ്. ഓക്കെ, ഇനി എന്തൊക്കെ ടൂൾസാണ് യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ്സ്? ഒന്ന് മോർട്ടാലിറ്റി, മോർബിഡിറ്റി ആൻഡ് നേറ്റാലിറ്റി. ഇനി എന്താണ് ഈ ഫ്രീക്വൻസി? ഇറ്റ് ഈസ് ദ എക്സ്റ്റെൻറ്റ് ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഹെൽത്ത് റിലേറ്റഡ് ഇവൻറ്റ്സ്. ആൻഡ് റേറ്റ്സ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ദ മെഷർ ദ ഒക്കറൻസ് ഓഫ് സം പെർട്ടിക്കുലർ ഇവൻറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഡിസീസ് ഡെവലപ്പ് ആവുന്നതിൻ്റെ ഒരു റേറ്റ്. ദെൻ റേഷ്യോ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റി മറ്റൊരു ക്വാണ്ടിറ്റി ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ആൻഡ് ദെൻ ഇസ് എ പ്രൊപ്പോർഷൻ ഇസ് ദ റേഷ്യോ, അതായത് ഒരു മാഗ്നിറ്റ്യൂഡ് മറ്റൊരു മാഗ്നിറ്റ്യൂഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ്. ആൻഡ് മോർട്ടാലിറ്റി ഈസ് ദ മോർട്ടാലിറ്റി തന്നെ പലതുണ്ട്. മെറ്റേണൽ മോർട്ടാലിറ്റി, മരണനിരക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് വി ഡിസ്കസ്ഡ് ദ എപ്പിഡെമിയോളജിയുടെ കോൺസെപ്റ്റ്, ഡെഫിനേഷൻ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷന്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഫ്രീക്വൻസിക്കകത്ത് വരുന്നത് ഡേറ്റ്, ടൈം, പ്ലേസ് ഒക്കെ. ആൻഡ് ദെൻ എയിം ആൻഡ് യൂസസ് പറഞ്ഞു. എപ്പിഡെമിയോളജിയുടെ മോഡൽസ് ഓഫ് കോസേഷൻ ഓഫ് ഡിസീസ് വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. See you.